നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. MLS-ൽ ഇന്ന് ഇന്റർ മയാമി DC യുണൈറ്റഡുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. ഇന്ന് രാത്രിയാണ് കളി. നമുക്ക് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 3 മണിക്കാണ് ആ കളി ആരംഭിക്കുക. കളിക്ക് മുന്നോടിയായിട്ട് കോച്ച് ഹാവിർ മഷ്റാനോ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും വൈറ്റ് ഹൗസ് സന്ദർശനത്തെക്കുറിച്ചുള്ള ചോദ്യമുയർന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അത് ഒരു പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് അവിടെ പോയതാണ്. വളരെ കുറഞ്ഞ സമയം മാത്രമേ ഞങ്ങളവിടെ ചിലവഴിച്ചുള്ളൂ. പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ഇൻട്രാക്ഷൻ നിങ്ങളൊക്കെ TV കണ്ടില്ലേ, അത്ര കുറഞ്ഞ സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും അവിടെ ഇല്ലായിരുന്നു എന്നാണിപ്പോൾ അദ്ദേഹം വിശദീകരിച്ച് പറയുന്നത്. സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നു, നമ്മൾ ഫുട്ബോളിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്നാണ് ഞാൻ കരുതിയത്. ഏതായാലും ഞങ്ങൾ പ്രോട്ടോക്കോൾ അനുസരിച്ചാണ്, ഇവിടുത്തെ ഒരു ട്രഡീഷനാണ് ചാമ്പ്യൻഷിപ്പ് ടീം അവിടെ വൈറ്റ് ഹൗസ് സന്ദർശിക്കുക എന്നുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ട്രഡീഷൻ്റെ ഭാഗമായിട്ട് പോയതാണ്. പക്ഷേ MLS-ലെ വിജയികളൊന്നും ഇതിനു മുമ്പ് അങ്ങനെ പോയിട്ടില്ല. NBA അങ്ങനെയൊക്കെയുള്ള സ്പോർട്സുകളിലെ താരങ്ങളും വിജയികളും ഒക്കെയാണ് പോയിട്ടുള്ളത് എന്നാണ് അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഏതായാലും ആദ്യമായിട്ടൊരു MLS ചാമ്പ്യൻസ് വൈറ്റ് ഹൗസ് സന്ദർശിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇത് കുറേ മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാഷിങ്ടണിൽ കളിക്കുന്ന വീക്കിൽ വൈറ്റ് ഹൗസ് സന്ദർശിക്കുക എന്നുള്ളത് നേരത്തെ തീരുമാനിച്ചതാണ്. വളരെ കുറഞ്ഞ സമയം മണിക്കൂറുകൾ മാത്രമാണ് ഞങ്ങളവിടെ ഉണ്ടായിരുന്നത്. വൈറ്റ് ഹൗസിൻ്റെ കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമാണ് ഞങ്ങൾ കണ്ടത്. നോട്ട് മച്ച്. ഞങ്ങൾക്ക് അനുവദിച്ച കുറഞ്ഞ സമയം അവിടെ ഞങ്ങൾ ചിലവഴിച്ചു. പിന്നെ പ്രസിഡന്റ് ട്രംപുമായിട്ടുള്ള ആ ഒരു കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ TV കണ്ടില്ലേ, അത്ര തന്നെ ഉണ്ടായിട്ടുള്ളൂ. നോട്ട് മച്ച് മോർ ദാൻ ദാറ്റ് എന്നുകൂടി ഇപ്പോൾ ഹാവിർ മഷ്റാനോ വിശദീകരിക്കുന്നുണ്ട്. പിന്നെ ടീമിൻ്റെ ട്രാവലും അതിനിടക്ക് ഇങ്ങനെ വൈറ്റ് ഹൗസ് പോക്ക്, ഇതൊക്കെ ഡിസ്ട്രാക്ഷൻസ്, കാര്യങ്ങൾ, ഒബ്സ്റ്റക്കിൾസൊക്കെ മുന്നിൽ വരുന്നത് നിങ്ങളെങ്ങനെ മാനേജ് ചെയ്യും? ഇപ്പോൾ കളിക്ക് വേണ്ടി പോയതാണ്. അപ്പോൾ അതിനിടക്ക് ഇങ്ങനെ വൈറ്റ് ഹൗസ് സന്ദർശനം, പരിപാടികൾ, ഇതൊക്കെ കളിയിലുള്ള കോൺസെൻട്രേഷനൊക്കെ മാറ്റില്ലെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, വി ആർ മെച്യൂർ ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വൺ തിങ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദി അതർ. ഒന്ന് മറ്റൊന്നുമായിട്ട് കൂടിച്ചേർന്ന് പോകുന്നതല്ല, ഒന്നിന് മറ്റൊന്നുമായിട്ട് ബന്ധമില്ല എന്ന് മനസ്സിലാക്കാനുള്ള മെച്യൂരിറ്റിയൊക്കെ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്കറിയാം ഈ സീസണിൻ്റെ തുടക്കത്തിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ആദ്യത്തെ 5 മത്സരങ്ങൾ തുടർച്ചയായിട്ട് കളിക്കേണ്ടതുണ്ട് എന്നുള്ളത്. വൈറ്റ് ഹൗസ് വിസിറ്റ് എന്ന് പറഞ്ഞാൽ അത് നേരത്തെ തന്നെ ഏതാണ്ടൊരു 1-2 മാസം മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ്. ഈ പ്യൂട്ടോറിക്കോ ട്രിപ്പ് അതിനിടക്ക് വന്നതാണ് ഈ കാര്യങ്ങളൊന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കിയത്. കാരണം ഞങ്ങളത് പ്രീ സീസണിൽ പോയി കളിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു മത്സരമായിരുന്നു. ആ ഒരു ഒബ്ലിഗേഷൻ പൂർത്തീകരിക്കാൻ വേണ്ടി പോയി. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്പോർട്ടിംഗ് സൈഡ് ആ കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ബാക്കി ട്രാവലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നടന്നോളും എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇതിൽ അദ്ദേഹം വൈറ്റ് ഹൗസ് പോയതിനെക്കുറിച്ച് അതൊരു പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് പോയതാണ് എന്നുള്ള വിശദീകരണമാണ് നൽകുന്നത്. പക്ഷേ ഇത് ഞാനിപ്പോൾ ഈ എടുത്ത് ഉദ്ധരിച്ച മുഴുവൻ വാക്കുകളും മയാമി ഹെറാൾഡിലേതാണ്, വിശ്വാസയോഗ്യമായിട്ടുള്ള സോഴ്സാണ്. എന്നാൽ ഇന്ന് ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ മലയാള മാധ്യമങ്ങളിലൊക്കെ കാണാൻ സാധ്യതയുള്ള ഒരു ടൈറ്റിൽ ഞാൻ പറയട്ടെ. വൈറ്റ് ഹൗസിൽ പോയ സംഭവങ്ങളെക്കുറിച്ച് ഹാവിർ മഷ്റാനോ തള്ളിപ്പറഞ്ഞു. ഞങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യുമെന്ന് കരുതി പോയതാണ്, പക്ഷെ അവിടെ നടന്നിട്ടുള്ള അതുമാത്രമല്ല അവിടെ സംഭവിച്ചത് എന്നൊക്കെ അദ്ദേഹം പറയും എന്നാണ്. അങ്ങനെ നിങ്ങൾക്കൊന്ന് പ്രതീക്ഷിക്കാം. കാരണം എന്താ അറിയോ, ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ വലിയ സോഴ്സായിട്ടെടുത്ത് മുമ്പ് പല റിപ്പോർട്ടുകളിലും സോഴ്സായിട്ട് കാണിച്ചിട്ടുള്ള ഒരു ട്വിറ്റർ ഹാൻഡിലുണ്ട്, എക്സ് ഹാൻഡിൽ, ഓൾ അബൌട്ട് അർജൻറ്റീന, അല്ലെങ്കിൽ ആൽബി സെലസ്റ്റെ ടോക്ക് എന്നൊക്കെ പറയുന്നത്. അവർ ഈ മയാമി ഹെറാൾഡിൻ്റെ ഇതേ റിപ്പോർട്ട് കോട്ട് ചെയ്തുകൊണ്ട് ട്വിസ്റ്റ് ചെയ്താണ് വാക്കുകൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലേ, ഫുട്ബോളിനെ കുറിച്ച് മാത്രമേ സംസാരിക്കൂ എന്നാണ് ഞാൻ കരുതി. അത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞാണ്, വൈറ്റ് ഹൗസ് സന്ദർശനത്തെക്കുറിച്ച് ചോദിച്ചതിനെക്കുറിച്ച് പറഞ്ഞാൽ. പക്ഷേ ഇവരതെന്താക്കി, വൈറ്റ് ഹൗസ് പോയപ്പോൾ പ്രസിഡന്റ് ട്രംപ് ആദ്യത്തെ ഒരു 10 മിനിറ്റ് മെസ്സിയും സംഘത്തെയും അവിടെ നിർത്തിക്കൊണ്ട് യുദ്ധത്തിൻ്റെ വീരസ്യം വിളമ്പിയല്ലോ, അതിനെക്കുറിച്ച് പറഞ്ഞതാണ് എന്ന രൂപത്തിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു. അതുമാത്രമല്ല, പിന്നെ അതിൽ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഈ ട്രാവലുമായി ബന്ധപ്പെട്ട് ഇടയ്ക്ക് വൈറ്റ് ഹൗസ് പോകുന്നു, പിന്നെ പ്യൂട്ടോറിക്കയിൽ സീസൺ തുടങ്ങിയിട്ട് പിന്നെ ഒരു ഫ്രണ്ട്ലിക്ക് പോയി, ഇതെല്ലാം കൂടി കോംപ്ലിക്കേറ്റഡ് ആവില്ലെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു കാര്യം മറ്റൊന്നിനെ ബാധിക്കില്ല എന്ന് മനസ്സിലാക്കാനുള്ള മെച്യൂരിറ്റി ഞങ്ങൾക്ക് ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് വെച്ചിട്ട് അതൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് എന്ത് പറഞ്ഞു, ഈ വിഷയം ഇപ്പോൾ ലോകത്ത് നടക്കുന്ന വിഷയങ്ങൾ
പൊളിറ്റിക്കലായിട്ടുള്ള വിഷയങ്ങൾ, അത് മറ്റ് ഒന്നുമായിട്ട് ബന്ധപ്പെടാത്ത, അതായത് അത് എന്ത് ഞങ്ങളുടെ നിലപാടെന്ത്, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള മെച്യൂരിറ്റി ഞങ്ങൾക്ക് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുത്തു. മിക്കവാറും ഇതെടുത്ത് നിന്ന് ഉദ്ധരിച്ച് ഇവിടെ ആകെ വലിയ കോലാഹലം ഉണ്ടാക്കാനുള്ള സാധ്യത. കാരണം മുമ്പ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ട്വിറ്റർ ഹാൻഡിലിനെ അർജൻറ്റീനയുടെ എന്തോ വലിയ ആധികാരിക സംഭവമാക്കിയിട്ട് പലരും അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചോളണം, ഇതാണ് സംഭവം അതിലുള്ളത്. അപ്പോൾ അതിങ്ങനെയാണ്, അവരൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്ത് ഞാൻ പറയാം. ഞങ്ങൾ സിംപ്ലി ഞങ്ങളുടെ കിരീട നേട്ടത്തെ കൺഗ്രാജുലേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. ഫുട്ബോളിനെ കുറിച്ച് മാത്രം സംസാരിക്കുമെന്നാണ് കരുതിയത്. പക്ഷെ അങ്ങനെയല്ല അവിടെ കാര്യങ്ങൾ ഉണ്ടായത്. ഞങ്ങൾ നേരത്തെ എത്തി, വെയിറ്റ് ചെയ്തു. വളരെ കുറഞ്ഞ സമയം മാത്രമാണ് വൈറ്റ് ഹൗസിൽ ഞങ്ങൾ ഉണ്ടായിരുന്നത്. പ്രസിഡൻറ്റിനെ ഞങ്ങൾ കണ്ടത് ആ TV ഷോയിൽ നിങ്ങൾ കാണുന്ന ആ സമയമില്ല, അത്ര മാത്രമാണ്. ഞങ്ങൾ വളരെ മെച്യൂറാണ്. ഇപ്പോഴത്തെ കാര്യങ്ങൾ ഒക്കെ മനസ്സിലാക്കി അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് കാര്യങ്ങൾ എടുക്കാൻ ഞങ്ങൾ വളരെ മെച്യൂർഡാണ്. ഈ വിസിറ്റ് 2 മാസം മുമ്പ് തന്നെ തീരുമാനിച്ചതാണ്. സിംപ്ലി ഞങ്ങൾ പ്രോട്ടോക്കോൾ ഫോളോ ചെയ്താണ്, ഓൾറെഡി അഗ്രി ചെയ്തതായിരുന്നു. ഞങ്ങൾ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ, ലോകത്തെ കറണ്ട് സിറ്റുവേഷനെ കുറിച്ച് നല്ല ധാരണയുള്ളവരാണ്. പക്ഷേ വിസിറ്റ് ഫസ്റ്റ് അറേഞ്ച് ചെയ്യുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് മയാമി ഹെറാൾഡിനെ ഉദ്ധരിച്ചുകൊണ്ട് ഈ ട്വിറ്റർ ഹാൻഡിൽ കൊടുക്കുന്നു. പക്ഷേ മയാമി ഹെറാൾഡിൻ്റെ റിപ്പോർട്ടിൽ അങ്ങനെ ഒരു സംഭവമേ കാണാനുമില്ല. അപ്പോൾ ഇതാണ് ട്വിസ്റ്റിംഗ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.